നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുന്നു. സ്വാഗതം ചെയ്യുന്നതിനായി കെ ഷൗൽ ഹമീദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരിമാരെ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മഹിമ കലാ സാംസ്കാരിക വേദിയുടെ സജീവ പ്രവർത്തകരെ, നാട്ടുകാരെ, നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനയായ മഹിമ കലാ സാംസ്കാരിക വേദി അതിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഗാനമേളയും അതിനോടനുബന്ധിച്ചുള്ള ഉദ്ഘാടന പരിപാടിയുമാണ് ഇപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മഹിമ കലാ സാംസ്കാരിക വേദിയുടെ ഒരു വാർഷിക പരിപാടി വർഷങ്ങൾക്ക് മുമ്പ് നാം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഓർമ്മകൾ അതുപോലെ ഇന്നും നമ്മുടെ മനസ്സിൽ നാം കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെ എന്നും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചരിത്ര സംഭവമായി നമ്മുടെ ഈ സിൽവർ ജൂബിലി ആഘോഷവും മാറട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുന്നു. മഹിമ കലാ സാംസ്കാരിക വേദിയെക്കുറിച്ചും ഇതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും നമ്മുടെ നാട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഈ മഹിമ കലാ സാംസ്കാരിക വേദി. നമുക്കറിയാം, മറ്റു ചില പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും അവിടുത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസംഘടനകളുടെ ഒക്കെ പേരിൽ 1, 2, 3 ക്ലബ്ബുകളൊക്കെ രൂപപ്പെട്ട് ഒരുമിച്ച് മത്സരിക്കേണ്ട പല മത്സരങ്ങളിലും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ തന്നെ വ്യത്യസ്ത ചേരി തിരിഞ്ഞ് മത്സരിക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ചെറുപ്പക്കാർ, മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മഹിമ കലാ സാംസ്കാരിക വേദി. നാം ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും നമ്മൾ അയൽപ്രദേശങ്ങളിലുള്ള ജനങ്ങളും തമ്മിലുള്ള ഒരു അടുപ്പമാണ്, മറിച്ച് അകൽച്ചയല്ല. അകൽച്ചക്കുള്ള ഒരു വേദിയായി ഇതുപോലുള്ള പരിപാടികളെ നാം ആരും നോക്കിക്കാണരുത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാൻ നമ്മുടെ ഗാനമേളന്റെ ട്രൂപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടകനും കൊണ്ടോട്ടി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബഹുമാനായ മുഹമ്മദ് അനീഫ സാറിനെ മഹിമ കലാ സാംസ്കാരിക വേദിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ ഈ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ആശംസ അർപ്പിക്കുന്നതിനോട് എത്തിച്ചേർന്ന നമ്മുടെ സ്ഥാപക മഹിമ കലാ സാംസ്കാരിക വേദിയുടെ സ്ഥാപക പ്രസിഡന്റ് ബഹുമാനായ ചന്ദ്രേട്ടനെ മഹിമ കലാ സാംസ്കാരിക വേദിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മലപ്പുറം ബഹുമാനായ നമ്മുടെ നാട്ടുകാരൻ ചെല്ലിക്കുട്ടി സാറിനെ ഞാൻ ഈ മഹിമ കലാ സാംസ്കാരിക വേദിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഹിമ കലാ സാംസ്കാരിക വേദിയുടെ മുൻകാല സജീവ പ്രവർത്തകനും നമ്മുടെ മഹിമ കലാ സാംസ്കാരിക വേദിയുടെ ഒട്ടനവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒട്ടനവധി ട്രോഫികൾ സമ്മാനിച്ച് നമ്മുടെ മഹിമ കലാ സാംസ്കാരിക വേദിയുടെ പേരും പ്രശസ്തിയും ഒരുപാട് ഉയർത്തിപ്പിടിച്ച നമ്മുടെ ബഹുമാനീയനായ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മഞ്ചേരി ബാബുരാജ് സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസ അർപ്പിക്കാനെത്തിയ നമ്മുടെ മുൻകാല മഹിമ കലാ സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ റഷീദ് മാസ്റ്റർ,
ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞകാല മഹിമാകല സജീവ പ്രസിഡന്റ് മൂസ എന്ന ജംഷിയ സാംസ്കാരികതയുടെ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷൻ സ്ഥാനം വഹിക്കുന്ന മഹിമാകല സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ മജീദിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക്